അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊരു ചോദ്യം. അതായത് ചില ദിവസങ്ങളിൽ ചില വക്തുകൾക്കുള്ള നിസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ടും നിർദ്ദേശിച്ച ചില സൂറത്തുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച മഗ്രിബിന് ഇന്ന സൂറത്ത് ഓതണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇഷാക്ക് സബ്ബിഹിസ്മ പോലുള്ള സൂറത്തുകൾ ഓതണം. അങ്ങനെ ചിലപ്പോൾ സുബഹിക്ക് സബ്ബിഹിസ്മ ഇതൊക്കെ ഓതുന്ന കാണാം വെള്ളിയാഴ്ച രാവിലെയൊക്കെ. അപ്പോൾ അത് നിർദ്ദേശിക്കപ്പെട്ട സൂറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളിൽ നിർദ്ദേശിക്കപ്പെടാത്ത ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാൻ പറ്റുമോ ഉസ്താദെ? അതല്ല, നമുക്ക് ആ ഒരു വക്തിനൊന്നും നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിനായിട്ട് പ്രത്യേകം വേറെ ഏതെങ്കിലും സൂറത്തുകൾ ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് ഉസ്താദെ. വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ചില ദിവസങ്ങളിൽ ചില വക്തുകളിലൊക്കെ പ്രത്യേകമായി കൊണ്ട് നിസ്കാരത്തിൽ സൂറത്തുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെടാത്ത ദിവസങ്ങളും വക്തു നിസ്കാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിർദ്ദേശിക്കപ്പെടാത്തോടത്ത് നമുക്ക് ഇഷ്ടമുള്ളത് പാരായണം ചെയ്യുന്നതിനേക്കാളും നല്ലത് അവിടെയൊക്കെ കുല്യായുൽ കാഫിറൂനും അതുപോലെ തന്നെ ഇഖ്ലാസും ഓതിക്കൊടുക്കായിരിക്കും നന്നാവുക എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മഹാനായ ഇമാം അസ്സഖാഫി റഹിമഹുല്ലാ ഫത്ഹുൽ മഈൻ വിശദീകരിച്ചുകൊണ്ട് തർശീഹിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് കണ്ടു. തർശീഹിന്റെ 160-161 പേജുകളിലായിട്ട് നോക്കിയാൽ കാണും. ഇസ്തഹ്സന ബഅദുൽ ഉലമാഇ ഖിറാഅത്തുഹുമ എന്ന് പറയുമ്പോൾ കാഫിറൂനും ഇഖ്ലാസുമാണ് ചർച്ച അവിടെ. അപ്പോൾ കുല്യാൽ കാഫിറൂനും അതുപോലെ തന്നെ ഇഖ്ലാസും ചില പണ്ഡിതന്മാരും നല്ലതായി പറഞ്ഞിട്ടുണ്ട്. ഫീ കുല്ലി സലാത്തിൻ ലം യരിദ് ഫീഹാ ഖുർആനുൻ ബിഖുസൂസിഹി. കണ്ടോ, പ്രത്യേകമായി കൊണ്ട് ഒരു സൂറത്തുകളൊന്നും നിർദ്ദേശിക്കാത്ത, അങ്ങനെ പ്രത്യേകമായി കൊണ്ട് പാരായണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെടാത്ത അങ്ങനെ ചില ദിവസങ്ങളിൽ ഈ പറയുന്ന വക്തുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിർദ്ദേശമില്ലല്ലോ. അപ്പോൾ അവിടെ കുല്യാൽ കാഫിറൂനും അതുപോലെ തന്നെ ഇഖ്ലാസും ഓതായിരിക്കും നന്നാവുക. കമാഫി ഫത്താവൽ അല്ലാമ സയ്യിദ് അബ്ദുല്ലാഹി ബാഫഖീഹ് റഹിമഹുല്ലാ തങ്ങളുടെയൊക്കെ ഫത്താവയിലൊക്കെ അങ്ങനെ തന്നെയാണ് നിർദ്ദേശം വന്നിട്ടുള്ളതും. മഹാനായ ഇമാം ജുർദാൻ റളിയല്ലാഹു അൻഹു ഫതുഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബിലൊക്കെ അത് പ്രത്യേകം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക നിർദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യുക? നമുക്ക് ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതണ്ട, അതിനെക്കാട്ടും ഒന്നുകൂടി നന്നായി പറഞ്ഞു. ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന അടിസ്ഥാനത്തിൽ കുല്യാൽ കാഫിറൂൻ ഓതി കൊടുക്കുക, ഇഖ്ലാസ് ഓതി കൊടുക്കുക, ആ രൂപത്തിൽ പോവായിരിക്കും നന്നാവുക എന്നുള്ളത് കേട്ടോ.